നമസ്കാരം. നമ്മൾ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായും എൻ.ഡി.എ ഈ പ്രാവശ്യം വലിയൊരു മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് മൊത്തത്തിലൊരു സൂചന വരുന്നത്. തീർച്ചയായിട്ടും എൻ.ഡി.എ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രാവശ്യം ഒരു ഭരണം കാഴ്ചവെക്കാൻ ആർക്കും സാധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വികസന കാഴ്ചപ്പാടുകൾ തന്നെയായിരിക്കാം. എന്തായാലും നമുക്ക് ഈ എടവണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബിജു ഗോപിനാഥ് നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മൾ ഈ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് എൻ.ഡി.എയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഐതിഹാസികം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു 60-65 വർഷക്കാലം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടത് വലത് മുന്നണികൾ UDFൻ്റെയും LDFൻ്റെയും 2 മുന്നണികളാണ് തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ട് നേരിട്ടിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഈ 2026 ഈ തെരഞ്ഞെടുപ്പിന് 3 മുന്നണികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യമാണ്. ഈ NDA സഖ്യത്തിന് എല്ലാം കൊണ്ടും ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറുന്ന സമയത്ത് 5% മാത്രം വോട്ട് വിഹിതമുണ്ടായിരുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് 20% വോട്ട് വിഹിതത്തിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു 10% അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു 10-12% കൂടി വോട്ട് വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം എത്തുന്ന ഒരു സാഹചര്യത്തിനാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടുപോകുന്നത്. NDA വളരെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഏറനാട് നിയോജക മണ്ഡലത്തിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് മഞ്ചേരി ബാറിലെ പ്രമുഖ അഭിഭാഷകനാണ്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ സേവന രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ ആ രംഗങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ആ മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ട് നിരവധിയായിട്ടുള്ള അശരണരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് നിരവധിയായിട്ടുള്ള ആളുകൾക്ക് വീടുകൾ നൽകിക്കൊണ്ട് എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീപ്രകാശിനെയാണ് നമ്മളുടെ ഏറനാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആണ്. അതുമാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട എതിർ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ ആ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത് മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. സമുദായത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ മാത്രമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കൊരു സമുദായത്തിൻ്റെ സ്നേഹം മാത്രമേ ഈ പ്രസ്ഥാനത്തിനുള്ളൂ, അല്ലാതെ ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതിനില്ല. തീർച്ചയായിട്ടും ദേശീയ കാഴ്ചപ്പാടോടുകൂടെ ഈ രാജ്യത്തിനെ ഒറ്റക്കെട്ടായി ഒന്നായി എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം. തീർച്ചയായിട്ടും അതിനനുകൂലമായി നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തിനൊപ്പം നമ്മുടെ കേരളവും മാറുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ ഈ മാസം ഏപ്രിൽ 9 സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്.